അവസ്ഥയിലാണ് സ്വാതന്ത്ര്യത്തിന്റെ വില ശരിക്കും. ഈ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു സമയമാണിത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്പം നമ്മൾ മനസ്സിലാക്കണം, പണ്ട് നമുക്ക് ഈ കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഈ അവസ്ഥയിൽ പോലും നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ അത്രയധികം കടുത്ത നിയന്ത്രണങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്ന നമ്മുടെ പിതാമഹന്മാർ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചു എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അതിനുവേണ്ടി ആ സ്വാതന്ത്ര്യത്തിന് അവിടെ ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി പ്രയത്നിച്ച ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ 74ാമത്തെ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ ഇടയാക്കിയ കാരണക്കാരായ അനേകം മഹത് വ്യക്തികൾ, പേര് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ അനേകം മഹത് വ്യക്തികൾ അതിൻ്റെ അകത്തുണ്ട്. അവരുടെ എല്ലാം സ്വപ്നമായിരുന്ന ഈ സ്വാതന്ത്ര്യം നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. 74ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്കൂളിൽ ഒത്തുചേർന്ന എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ശ്രദ്ധയോടെയിരിക്കുന്നത്. ഇന്ത്യ എന്ന നാട് ഞാൻ പിറന്ന നാട്, എന്റെ പൂക്കളെന്ന് ഇന്നത്തപ്പം. I Ajal BS would like to speak. ഇന്ത്യ എന്റെ നാട്. ഇന്നുകൾ കുങ്കുമരം, നടുക്ക് വെള്ള നിറവും താഴെ പച്ച നിറം, നടുവിലെ എന്റെ സ്വന്തം രാജ്യം. പള്ളില്ലാത്തൊരു പൂർണ്ണകാലത്ത് ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം. ഗാന്ധി ജയന്തി ഒക്ടോബർ 2. Father of our nation is the Mahan. സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രമായ സ്വാതന്ത്ര്യത്തിന്റെ ഈ സൂര്യോദയത്തെ ആഗസ്റ്റ് 15 നിങ്ങൾ ഏവരുടെയും ശ്രദ്ധയെ കുറച്ചു സമയത്തേക്ക് ബ്രിട്ടീഷുകാരുടെ മർദ്ദനത്തിനിരയായവരെയും ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാമോ? ആദ്യമായി എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ധീരരായി നാം പാടി നായകനെ സേനാനികളെ, ജയ 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 ഭാരത ഭൂമി. എന്റെ നാട് എന്റെ നാട് എന്റെ നാട്. പട്ടാളക്കാരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയവരെയും ജയിലറകളിൽ യൗവനം ഹോമിച്ചവരെയും ജീവത്യാഗം ചെയ്ത ധീര ദേശാഭിമാനികളെയും ഓർമ്മിക്കാൻ ഇതാ ഒരു ഓർമ്മ.
ആറണകാവ്. 2020-21 അധ്യയന വർഷത്തിലെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള വീഡിയോ ഡോക്യുമെന്റേഷൻ. വിഷയം സ്വാതന്ത്ര്യ സമരം. തയ്യാറാക്കുന്നത് 9A ദേവനന്ദ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ്. ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് പരിഹസിച്ച 1857 വിപ്ലവം ഇന്ത്യയുടെ ഒരു കരുത്തുറ്റ തുടക്കമായിരുന്നു. നാട്ടുരാജ്യങ്ങൾ ഒന്നിച്ചു നടത്തിയ ആ സമരം പരാജയപ്പെട്ടെന്നാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു അത്. പിന്നീട് ഗാന്ധിയൻ യുഗം കടന്നു വരികയായി. നമസ്തേ. ലോകത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം ബ്രിട്ടന്റെ പേരിലുള്ള ഗിന്നസ് റെക്കോർഡാണിത്. 20-ാം നൂറ്റാണ്ട് തുടക്കം വരെ ലോക ജനസംഖ്യയുടെ 1/5 ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഇന്ത്യ അടക്കമുള്ള കോളനികളെ കൊള്ളയടിച്ചാണ് വെറും ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടനായി മാറിയത്. ഒടുവിൽ അവർ ഔദാര്യമായി നൽകിയതല്ല നമ്മുടെ സ്വാതന്ത്ര്യം. പതിറ്റാണ്ടുകൾ നീണ്ട സന്ധിയില്ലാ സമരങ്ങളും 2ാം ലോക മഹായുദ്ധവും ചേർന്ന് ബ്രിട്ടനെ അതിന് നിർബന്ധിതരാക്കുകയായിരുന്നു. Men who are known for their peaceful methods, such as Swami Vivekananda, Ramkrishna. സ്വാതന്ത്ര്യ സമര
ബ്രിട്ടീഷുകാരുടെ കയ്യിലെ ചലിക്കുന്ന പാവകൾ മാത്രമായിരുന്നു. ഇന്ന് നാം പൂർണ്ണമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുമ്പോഴേക്കും നമുക്ക് വേണ്ടി പ്രയത്നിച്ചവർക്ക് നാം മനസ്സിന്റെ ഭാഷയിൽ നന്ദി പറയുന്നതുണ്ട്. സ്വന്തമായി വിദ്യാഭ്യാസം നേടാനോ നല്ല ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ കഴിയാത്ത അടിമകളെ പോലെ കഴിയേണ്ടി വന്ന കാലം വിരൂപമായിരുന്നു. ഇതിന്റെ പുറകിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കരങ്ങൾ ഉണ്ട്. നമസ്കാരം. ഭാരതത്തിന്റെ 74ാം സ്വാതന്ത്ര്യ ദിനമാണ് ഈ വരുന്ന ഓഗസ്റ്റ് 15 നാം ആഘോഷിക്കുന്നത്. 6 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിന്ന് മോചനം നേടിയതിന്റെ മധുര സ്മരണകളാണ് ഈ അവസരത്തിൽ ഓരോ ഭാരതീയന്റെ മനസ്സിലും. കച്ചവട താല്പര്യങ്ങളുമായി ഇവിടെ എത്തിയ വിദേശികൾ ക്രമേണ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളായി മാറുകയായിരുന്നു. അന്നിവിടം അനേകം നാട്ടുരാജ്യങ്ങളുടെ ഒരു അയഞ്ഞ കൂട്ടായ്മ മാത്രമായിരുന്നു. രാജാക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന വിഷയം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച മുഹൂർത്തം വീണ്ടും വന്നിരിക്കുകയാണ്. ലോകത്ത് ഇന്ത്യക്കാർ ഉള്ളിടത്തെല്ലാം ഇന്ന് മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്ന നമ്മുടെ രാജ്യം ഇന്ന് ലോകത്ത് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന രാജ്യമാണെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യക്കാരനെന്ന നിലയിൽ നമ്മുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നമുക്ക് ലഭിച്ചു. നമ്മുടെ പൂർവികർ ബ്രിട്ടീഷുകാർ നമസ്കാരം. ഈ വേദിയിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.
ആധുനിക കാലഘട്ടത്തിൽ ഏറെക്കുറെ ചിന്തിക്കുന്ന വിഷയമായ എൻ്റെ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നുള്ളത് അതിരുകളിൽ ഒതുങ്ങിയിരുന്നില്ല, അവ അതിരുകൾ കടന്ന് വ്യാപിച്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യദിനം ആചരിക്കുവാൻ നമുക്ക് സാധിച്ചത്. മരിക്കുവാൻ തയ്യാറായ ഓരോ വ്യക്തികളെയും നാം മനസ്സിൽ ഓർമ്മിപ്പിച്ച് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കൂ. നന്ദി, നമസ്കാരം. വളരെ സമുചിതമായി ബഹുമാനത്തോടെ കോവിഡിന്റെ പ്രോട്ടോകോളുകൾ